രാത്രി 12 മണിക്ക് തോന്നിയ ക്രേവിങ്സിൽ ഒരു തട്ടിക്കൂട്ട് റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വൈറ്റ് സോസ് പാസ്തയാണ് കേട്ടോ കാണിക്കുന്നത്. ആദ്യം തന്നെ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് മക്രോണിയും ഉപ്പും ഓയിലും കൂടി ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. വെന്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാത്രത്തിൽ വെള്ളം ഊറ്റാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതിൻ്റെ മെയിൻ ക്രീം ഉണ്ടാക്കിയെടുക്കുക. ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് നെയ്യും ഓയിലും കൂടി കുറച്ച് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ കോൺഫ്ലോറോ അല്ലെങ്കിൽ മൈദയോ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ കൈവിടാതെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. ഇനി കുറച്ചായിട്ട് പാൽ ഒഴിച്ച് നന്നായിട്ട് കൈവിടാതെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മാക്രോണി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ സ്ഥലത്തും ക്രീം ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ മൊസറല്ല ചീസും പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതാ നല്ല തട്ടിക്കൂട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മാക്രോണി വൈറ്റ് സോസ് മാക്രോണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.